സാംബോയ് പെനക്കാനോ? ചുമ്മാ പെണക്കാണെങ്കിൽ നീ എന്നെ കൂട്ടാൻ വരില്ലല്ലോ. മീനാക്ഷി പറഞ്ഞിട്ടാ. ഓ പിന്നെ നീ എന്നോട് ഇങ്ങനെ ഹാർഷായിട്ട് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കര ഹേർട്ടായി. സോറി. അതെന്താന്നറിയോ, എനിക്കില്ലേ എനിക്ക് പിന്നെ മൂഡ് സ്വിങ്സ് അല്ലേ മീനാക്ഷി പറഞ്ഞായിരുന്നു. ആദ്യം എനിക്ക് വലിയ പിടികിട്ടിയില്ല. പിന്നെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ. സോറി എന്തിനാ പറയണേ? ഞങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താ, അതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തിനും പോകുന്ന നിങ്ങൾ ആണുങ്ങളില്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. അടിച്ചാ കഴിച്ചാ. വണ്ടി ഓടിക്കുമ്പോൾ ഹാൻഡിൽ നിന്ന് കൈയെടുക്കാൻ പാടില്ലെന്ന് ആർട്ടി പറഞ്ഞിട്ടുള്ളത്. ഈ സാംബോയുടെ ഒരു കാര്യം എൻ്റെ അമ്മോ. ഒന്ന് ഒതുക്കിയോ. എനിക്കൊരു സാധനം വാങ്ങാണ്ടായിരുന്നു. സൈഡ് ഇതവിടെ ഇവിടെ ഒതുക്ക്. എന്താ സാധനമാണ്? നീ ഇവിടെ നിക്ക്, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. നീ നടക്കണ്ട, ഞാൻ പോയി വാങ്ങിട്ട് വരാം. എന്താ സാധനം എന്ന് പറ. നീ വാങ്ങിച്ച ശരിയാവില്ല. നീ സാധനം എന്താന്ന് പറ. പാഡ്. ഓ, സാനിറ്ററി പാഡ്. അതിനാണോ? അത് ഞാൻ വാങ്ങിട്ട് വരാം. ഇത് പറയാനാണ് ഇത്രയും പാട്? കഷ്ടം തന്നെ. ചേട്ടാ, ഒരു സാനിറ്ററി പാഡ്. പുതിയ അങ്ങനെ എടുക്കാം. ശരി. അവിയ അവൻ നിന്നോടുള്ള വാശി മൂത്ത് കലിതുള്ളി ക്യാമറയും നോക്കി കൊമ്പൻ സ്രാവിനെയും പിടിച്ചിട്ടേ വരൂ എന്ന് പറഞ്ഞിട്ട് ടെറസിൻ്റെ പൊക്കത്തേക്ക് പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരും. അല്ലെങ്കിലും അവിയുടെ ഒരു കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നോടൊക്കെ വേണോ ഈ വാശി? ഈ സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ഈ ക്രിയേറ്റീവ് സൈഡിലുള്ള ആൾക്കാർക്കൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു കുഴപ്പം കാണും. എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ഉണ്ടോ? എൻ്റെ പേടി ഇപ്പം അതൊന്നുമല്ല. പിന്നെ ഈ കോംപ്ലക്സ് മൂത്തിട്ട് ഇനി പോലെ കയ്യബദ്ധം ചെയ്യും. നീ മനുഷ്യനെ വെറുതെ പേടിപ്പിക്കല്ലേ? അല്ല, നീ പേടിക്കാൻ വേണ്ടി പറഞ്ഞല്ല. മനുഷ്യൻ്റെ മനസ്സിൻ്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. നീ ഭരതൻ സിനിമ കണ്ടിട്ടില്ലേ? അതിലെ നെടുമുടി വേണുവിൻ്റെ അവസ്ഥയല്ലേ ഇപ്പം അവിക്ക്? ദേ, നീ പറഞ്ഞിട്ടാ ഞാൻ ഈ കളിക്ക് കൂട്ടുന്നത്. ഇങ്ങനെയാ വെച്ചാൽ ഞാനില്ല. നീ മര്യാദയ്ക്ക് അവനെ മോളിന്ന് കൂട്ടിക്കൊണ്ടെന്നേ. അല്ല, നീ സമാധാനപ്പെടും മീനു. നമുക്ക് നോക്കാതെ ഇത് ഏതുവരെ പോകുന്നു. അല്ലെങ്കിലും അവന് തരാൻ നിന്നോട് ഇത്ര വാശി. ചില നേരത്ത് പിള്ളേരുടെ സ്വഭാവമാണ്. അതും ഒരുമാതിരി ചില തെണ്ടിപ്പിള്ളേരുടെ സ്വഭാവം. തെണ്ടിപ്പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോഴേ കറക്റ്റ് സമയത്ത് വന്നോ. ആഹാ, ഹിലറിയും ട്രംപും ഒന്നായോ? അയ്യോ, അത് വലിയൊരു തമാശയാണ്. നമുക്കൊരു ബജ്ജി കഴിക്കാം. ബജ്ജി കഴിച്ചുകൊണ്ട് പറയാൻ പറ്റിയൊരു കഥയാണ് അല്ലേ? ഇപ്പൊ തന്നെ പോയി വിളിക്കണം. ഇപ്പൊ തന്നെ വിളിക്കണം. എന്താ DIG പോയി വിളിക്കണ്ടോ? ഓക്കെ, ഞാൻ പോയി വിളിച്ചോണ്ടിരാം. എവിടെയാ? ടെറസിൽ പുറത്തുണ്ട്. അവൻ വിളിക്കാം. ആരെങ്കിലും വിളിച്ചാ പോരെ? പോരെ? മതി. മീനു ഒറ്റ ദിവസം കൊണ്ട് ആകെ വൈറലായല്ലോ. ഞാൻ ഭയങ്കര സംഭവല്ലേ? പിന്നെ വൻ സംഭവം. സാമേ, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റാഗ്രാമിലിട്ട ഫോട്ടോ ഇല്ലേ, അതിന് 2500 ലൈക്കാടാ. എനിക്കറിയാം. ഇത് 17,000 ലൈക്കല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2500 പോലെ ചീള് കേസല്ലോ അല്ലേ? നിനക്ക് എന്താ വേണ്ടത്? കുറെ നേരം ആയല്ല. ബജി ഇങ്ങതാ. ഇതെന്ത് ഇത്ര എരിവ്? മുളക് അടിച്ചവനെ എരിയില്ലേ? മുളകാ? നല്ല എരിവുണ്ടാ? എരിവുണ്ട്. ഉണ്ടാവും. നിന്ന് കഥാപ്രസംഗം പറയാണ്ട് പോയി വെള്ളം എടുത്തോണ്ടാ കുടിക്കാനായിട്ട്. ഇപ്പൊ ആണോ ഇത് പറഞ്ഞു നിർത്തിട്ട് പോരെ? പോയി എടുത്തിട്ട് വേണ ഇവനൊക്കെ